നമ്മുടെ പാചോപനി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട്, അതായത് ഇന്ന് നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള കാളാഞ്ചി ചേട്ടാ. ഇത് ഓർഡർ ഉണ്ടോ? ഒരാൾക്കാണോ? അല്ല, അവര് 4 ആളോടി പങ്കിടാനുള്ള ഷെയർ ചെയ്തിട്ടേക്കാണ്. മാഞ്ഞാലിലേക്ക് പോകുന്നത്. മാഞ്ഞാലിലെ നമ്മളൊരു സുഹൃത്തിന് വേണ്ടിയാണ്. ബിരിയാണിയൊക്കെ വരണോ? മഞ്ഞൾ ബിരിയാണിയൊക്കെ വരണോ? അവര് ഇങ്ങനത്തെ സംഭവമൊക്കെ എടുത്ത് 4 പേരൊക്കെ പങ്കിട്ട് എടുക്കുന്നത്. അപ്പൊ കാളാഞ്ചി മത്സരം, പിടുത്ത മത്സരത്തിൽ ആ മീൻ നമുക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളുടെ കടയിൽ ആ മീൻ മാത്രമല്ല, കാളാഞ്ചികൾ ചെറുത് ഇഷ്ടം പോലെ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഇഷ്ടം പോലെ പേരാണ് ഇന്ന് ചെറിയ കാളാഞ്ചി വാങ്ങിച്ചിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോയത്. അതും ലൈവായിട്ട് നമ്മുടെ കടയിൽ നിന്ന് അവൈലബിൾ ആയിരുന്നത് ഈ കാണുന്ന പോലെ. അപ്പോൾ ഏകദേശം 1.5 കിലോ 2 കിലോ സൈസ് വരുന്ന കാളാഞ്ചികളായിരുന്നിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ചൂണ്ട കാളാഞ്ചി, ചീനവലയിൽ കിട്ടിയ കാളാഞ്ചിയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കാളാഞ്ചി വാങ്ങിക്കുന്ന ഒട്ടുമിക്ക പേരും, അതായത് ഒരു 100% ഒരു 95% പേരും മീൻ വീട്ടിൽ കൊണ്ടുപോകാതെ നമ്മുടെ കടയിലിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെതുമ്പലും അത് അത്രയ്ക്ക് ഉറപ്പുള്ള മീനാണ്. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുള്ളൂ വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധാരണ കത്തി ഉപയോഗിച്ച് ചെത്താനും വെട്ടാനൊക്കെ. പിന്നെ നമ്മുടെ സീതമ്മ ചേച്ചിയും നമ്മുടെ ചാക്കോച്ചേരനും അംബിക ചേച്ചിയും അനിത ചേച്ചിയൊക്കെ ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിന് പേടിക്കണം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇടദിവസം ആയതുകൊണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് 2 പേരും ഒരുമിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഈ നമ്മുടെ അംബിക ചേച്ചിയും അനിത ചേച്ചിയും അവിടെ ചെറുമീനുകൾ നന്നാക്കാനും പിന്നെ ചെമ്മീൻ കിള്ളാനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2-3 ഒരാൾക്കാണ് നന്നാക്കാൻ. അപ്പോൾ മീൻ വെട്ടാനും ചെത്താനൊക്കെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കത്തിയാണ്, നല്ല മൂർച്ചുള്ള കത്തി. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല മൂർച്ചുള്ള കത്തിയൊക്കെ ആകുമ്പോൾ കൈ മുറിയാതെ, ഇങ്ങനെ മുറിച്ച് ശീലമുള്ള ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ കൈ മുറിയാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാളാഞ്ചി പോലുള്ള മീനൊക്കെ വെട്ടാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സാധാരണ മീൻ, ചെറിയ മീനൊക്കെ വെട്ടുന്ന കത്തി അല്ലെങ്കിൽ ചെത്തുന്ന കത്തിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും ആ പരിപാടി നടക്കൂല. വെറുതെ മീനിൻ്റെ ആ ഒരു ഭംഗി കളയാ, അല്ലെങ്കിൽ ചതഞ്ഞ് പോകും അതിൻ്റെ മീറ്റൊക്കെ. അപ്പോൾ നല്ല കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാളാഞ്ചി പോലുള്ള മീനുകളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ചെത്താനും കട്ട് ചെയ്യാനൊക്കെ എടുക്കാട്ടോ. ഇത് കണ്ടില്ലേ എന്ത് സിമ്പിളായിട്ടാണെന്നൊക്കെ, ഒരൊറ്റ വെട്ടിന് തന്നെ. അതായത് ആദ്യം ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ച് വെച്ചിട്ട് പിന്നെ ഒരൊറ്റ വെട്ടിനാണ് ഓരോ പീസും ചാക്കോച്ചേട്ടൻ വെട്ടി ഇടുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നല്ല രീതിക്ക് നല്ല പെർഫെക്റ്റ് സൈസിൽ ഓരോ മീനിൻ്റെയും ആ ഒരു ഷേപ്പിലും കറക്റ്റായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ ചെമ്മീൻ്റെ കാര്യത്തിൽ ചെമ്മീൻ നുള്ളാനായിട്ട് അമ്പി ചേച്ചിയും അനിത ചേച്ചിയും പിന്നെ സീതം ചേച്ചി ഉണ്ടെങ്കിൽ സീതം ചേച്ചിയും കൂടാറുണ്ട് കേട്ടോ. സീതം ചേച്ചി ഇപ്പോൾ വലിയ മീൻ, അതായത് കാളാഞ്ചി വെട്ടുന്ന തിരക്കിലായതുകൊണ്ടാണ് ഇപ്പോൾ സീതം ചേച്ചി കൂടാത്തത്. ഇപ്പോൾ നല്ല രീതിക്ക് ചെമ്മീൻ നമുക്ക് കിള്ളാനായിട്ട് വരുന്നുണ്ട്. ഋഷഭന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും നാളത്തെ? അപ്പോൾ ഇതൊരു ചൂണ്ടയിൽ പിടിച്ചൊരു കാളാഞ്ചിയാണ്. അപ്പോൾ അതിൻ്റെ തൂക്കം നോക്കിയാണ് 6850 തൂക്കുള്ളൊരു ചൂണ്ടയിൽ പിടിച്ച കാളാഞ്ചിയാണ്. അപ്പോൾ നമുക്കിതിന് ഓരോ ഓർഡറായിട്ട് പട്ടാമ്പിൽ നിന്ന് ആൾ വരുന്നത്. അപ്പോൾ ഓർഡർ എടുത്തതനുസരിച്ച് നമ്മളത് ഐസിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ മീൻ സാധാരണഗതിയിൽ നമ്മുടെ കടയിൽ നന്നാക്കി കൊടുക്കാത്തതാണ്. എന്താണെന്ന് വെച്ചാൽ തിരക്കയക്കുന്ന സമയത്ത് ചെറിയ മീൻ നന്നാക്കാൻ ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന്, വലിയ മീനൊക്കെ വാങ്ങിച്ച കസ്റ്റമേഴ്സിന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി അവർ ചിലപ്പോൾ പെട്ടെന്ന് പിണങ്ങിയൊക്കെ പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ മീൻ അധികം നന്നാക്കാനായിട്ട് എടുക്കാറില്ല. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ മാത്രമേ നമ്മൾ ചെറിയ മീൻ എടുക്കാറുള്ളൂ കേട്ടോ. അതെ, ആ വഴി അങ്ങോട്ട് മുന്നിലോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് വരുന്ന മീൻ എന്ന് പറഞ്ഞാൽ അത് കാളാഞ്ചി തന്നെയാണ്. അത് കഴിഞ്ഞാൽ കരിമീൻ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ കയ്യിൽ കാളാഞ്ചി ആണെങ്കിൽ സീതമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ അത് കരിമീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ കാളാഞ്ചിക്ക് 600ഉം കരിമീനും 600 തന്നെയാണ്. വലിപ്പമുള്ള കരിമീൻ 600ആണ്. അപ്പോൾ ഒരു ചേട്ടൻ 2 സഞ്ചിയിലായിട്ട് എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിട്ടാണ് നോക്കി നോക്കട്ടെ. എന്തായാലും മിക്കവാറും ഞണ്ടാവാൻ തന്നെയാണ് ചാൻസ്. എന്നിരുന്നാലും നോക്കി നോക്കാം നമുക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഞണ്ട് തന്നെ ആയിരുന്നിട്ട്. അപ്പോൾ സാധാരണഗതിയിൽ കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നെന്തോ ഞണ്ട് അവൈലബിലിറ്റി ഇത്തിരി കുറവായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച കാളാഞ്ചി ഉണ്ടല്ലോ 6,850. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വാങ്ങി ഓർഡർ ചെയ്ത ആൾക്കാർ വന്നിട്ടുണ്ട്, പാലക്കാട് നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനെ അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചാക്കോച്ചേൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചാക്കോച്ചേട്ടൻ നോക്കിക്കോളും, അതിൻ്റെ കാര്യങ്ങൾ ഭദ്രമായിട്ട് ചാക്കോച്ചേട്ടൻ നോക്കിക്കോളും. അപ്പോൾ ഈ മീനെ വാങ്ങിച്ചവരുടെ ഭാഗ്യമാണെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനെ മുറിച്ചപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുട്ട ഉണ്ടായിരുന്നില്ല. നോക്കിയേ 2 കഷ്ണമായിട്ട് മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാളാഞ്ചിന്നൊക്കെ മുട്ട കിട്ടുന്നത്, ഇതേപോലത്തെ മുട്ട കിട്ടുന്നതെന്ന് വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഈ ഒരു കാളാഞ്ചിയിൽ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൈസുള്ള അത്യാവശ്യം വലിപ്പമുള്ള മുട്ട തന്നെയായിരുന്നു. കണ്ടില്ലേ, ഏകദേശം ഒരു 1/4 കിലോ 300 ഗ്രാമോളം തൂക്കം ആ ഒരു മുട്ടയ്ക്ക് തന്നെ ഉണ്ട്. എന്തായാലും ഭാഗ്യമുള്ളവരാണ് എന്തായാലും. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഇനിയിപ്പോൾ മുട്ടയ്ക്ക്. ഇത്രയും വലിപ്പം വേണോ അല്ലെങ്കിൽ പൊളിക്കണോ? അപ്പോൾ എന്തായാലും നമ്മളെ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചത്. അപ്പോൾ 2 പേർക്കായിട്ട് പങ്കുവയ്ക്കുന്ന രീതിയിലാണ് തലയിൽ നിന്നും വാലിൽ നിന്നും കഷ്ണത്തിൽ നിന്നും ഒരേപോലെ 2 പേർക്ക് കിട്ടുന്ന തരത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് പങ്കുവെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിലാണ് നമ്മളിന്ന് മീൻ മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഈ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ. ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് വലിയ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാളാഞ്ചിയെ വെട്ടുന്നത് തന്നെയായിരുന്നു ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുകളും കുറവുകളൊക്കെ എന്തെങ്കിലും എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.